സുപ്രധാന വാർത്ത. കോഴിക്കോട് ലഹരിക്കടിമയായ പിതാവ് മകനെ കഴുത്തറത്ത് കൊല്ലാൻ ശ്രമിച്ചു. കോഴിക്കോട് തെരുവത്ത് ബസാറിൽ അത്താണിക്കൽ ബീച്ച് സ്വദേശിയായ 55-കാരൻ ജാബിറാണ് മകൻ ജംഷീറിനെ കൊല്ലാൻ ശ്രമിച്ചത്. ജംഷീറിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ലഹരി മൂലമുള്ള ആക്രമണം ഒന്ന് ശമിച്ചു എന്ന് നമ്മൾ കരുതി, പക്ഷേ പൂർവാധികം ശക്തിയോടെ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ തിരിച്ചു വരികയാണല്ലേ? തീർച്ചയായും കാളിദാസ്, ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവം, ലഹരിയുമായി ബന്ധപ്പെട്ട ഏത് ആക്രമണവും ലഹരി ഉപയോഗവും അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. പക്ഷേ ഇതിൽ കൂടുതൽ ദൗർഭാഗ്യകരം എന്ന് പറയേണ്ടുന്ന ഒരു സംഭവം, ഒരു പിതാവാണ് ഇവിടെ മകനെ കഴുത്തറത്ത് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട് തെരുവത്ത് ബസാറിലായിരുന്നു സംഭവം. സന്ധ്യയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. വൈകിട്ട് ഈ സംഭവം നടന്നു. 55-കാരനായ ജാബറിന്റെ ചിത്രം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ 55-കാരനായ ജാബിർ അത്താണിക്കൽ ബീച്ച് സ്വദേശിയാണ്. ഇയാൾ അനുജൻ വാടക വീട്ടിൽ കഴിയുന്നത് തെരുവത്ത് ബസാറിലാണ്. അനുജന്റെ വീട്ടിലാണ് ഇപ്പോൾ. അവർക്കൊപ്പമാണ് ഇയാളും മകൻ 28 വയസ്സുകാരനായ ജംഷീറും ഒപ്പം തന്നെ ഭാര്യയും എല്ലാം താമസിക്കുന്നത്. ഈ ജാബിർ സ്ഥിരമായി ലഹരി ഉപയോഗിച്ചെത്തി ഭാര്യയെ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടെന്ന് സമീപവാസികൾ, നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ജാബിറും ജംഷീറും ഒരുമിച്ച്, പിതാവും മകനും ഒരുമിച്ച് തോണിയിലൊക്കെ പോയാണ് ഇവർ ഉപജീവനം നടത്തി വരുന്നത്. അതിനിടെയാണ് ഇന്ന് വൈകിട്ട് ഈ മകൻ ജംഷീർ 28 വയസ്സുള്ള മകൻ ജംഷീർ സാധാരണ പോലെ വീട്ടിലെത്തി, ജോലിയെല്ലാം കഴിഞ്ഞ് എത്തി, പിന്നീട് കുളിച്ച് നല്ല മനോഹരമായി വൃത്തിയിൽ വീട്ടിലിരിക്കുന്ന സമയത്താണ് പിതാവായിട്ടുള്ള ജാബിർ, 55-കാരനായ ജാബിർ അവിടേക്ക് ലഹരിയിൽ എത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ലഹരിയിലെത്തി കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് മകന്റെ കഴുത്ത് കഴുത്ത് അറക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കഴുത്ത് അറത്തതിന് ശേഷം ആ മുറിവുള്ള ഭാഗത്ത് ഇയാൾ കൈയിട്ട് ആ ഭാഗം അതിക്രൂരമായി ആ കൈയിട്ട് അത് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് നാട്ടുകാരാണ് ജാബിറിനെ പിടികൂടി എലത്തൂർ പോലീസിന്റെ ഏൽപ്പിക്കുന്നത്. ജാബിർ ഇപ്പോൾ എലത്തൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഉൾപ്പെടെ പോലീസ് വിധേയമാക്കിയിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് ഒരുപക്ഷെ നാളെയായിരിക്കും രേഖപ്പെടുത്തുക. അതേസമയം തന്നെ ഈ ജാബിർ കഴുത്തറത്ത് കൊല്ലാൻ ശ്രമിച്ച മകൻ ജംഷീർ വളരെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. വലിയ ഒരു ഗുരുതരാവസ്ഥയിലാണ് ഈ ജംഷീർ ഉള്ളത്. ഇതിൽ ഏറ്റവും അങ്ങേയറ്റം ഒരു ഹീനമായ കാര്യം എന്ന് പറയുന്നത്, ഈ ജാബിർ ഈ ജംഷീറിനെ വെട്ടിക്കൊല്ലുമ്പോൾ അനുജന്റെ പിഞ്ചു കുട്ടികൾ അവിടെ മുൻപിലുണ്ടായിരുന്നു. അവരുടെ കൺമുൻപിൽ വെച്ചാണ് ലഹരിക്കടിമയായിട്ടുള്ള പിതാവ് മകനെ കഴുത്തറത്ത് കൊല്ലാൻ ശ്രമിച്ചത്. ആ കുട്ടികളുടെ നിലവിളി പോലും അയാൾ കേട്ടില്ല എന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവം നമുക്ക് കാണാം. ഈ രക്തത്തിന്റെ കറ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. ആ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് സന്ധ്യയോടുകൂടി ഇവിടെ തെരുവത്ത് ബസാറിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. നാട്ടുകാരാണ് പിന്നീട് ജാബിറിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ജംഷീറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസും നാട്ടുകാരും പറയുന്നത് ഈ 55-കാരനായ ജാബിർ സ്ഥിരമായി ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ലഹരി ഉപയോഗം എത്രമാത്രം അപകടകരമാണ് എന്ന് തെളിയിക്കുന്ന പല സംഭവങ്ങളും സമീപകാലത്തെ കോഴിക്കോടും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അരങ്ങേറി. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ഒരു പിതാവ് മകനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കാളിദാസ്. ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. ഈ ലഹരിക്കടിമയാണെന്ന് പ്രദേശവാസികളും സൂചിപ്പിച്ചു. ഇയാൾ സ്ഥിരം ഉപദ്രവകാരിയാണോ? അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ലഭിച്ചോ? നാട്ടുകാരാണ് നമ്മളെ വിവരം അറിയിക്കുന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചത് പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്, ഈ ജാബിർ സ്ഥിരമായി ഈ ലഹരി ഉപയോഗിച്ച് വന്ന് ഭാര്യയെ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇയാളുടെ ഒരു സ്ഥിരമായി ഒരു ഉപദ്രവത്തിന് ഒക്കെ വിധിയാകേണ്ടി വന്ന ഒരു ഭാര്യയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മകനും ഇയാളും ഒരുമിച്ചാണ് തോണിയിലൊക്കെ പോയി ഉപജീവനം നടത്തി വരുന്നത്. അങ്ങനെ മാത്രമല്ല, ഇവർക്ക് ഈ അത്താണിക്കൽ ബീച്ചിൽ താമസിച്ചിരുന്ന ഇവർ പിന്നീട് തെരുവത്ത് ബസാറിൽ അനുജൻ വാടക വീട് എടുത്തപ്പോൾ അവിടെയാണ് ഇവരെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞിരുന്നത്. അങ്ങേറ്റം ഇയാൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലേക്ക് മാറുന്ന രീതിയിൽ അക്രമാസക്തനായി മാറുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല, നാട്ടുകാർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഈ മകൻ ജംഷീറിനെ ഇയാൾ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഈ പിഞ്ചു കുട്ടികളാണ് മുൻപിൽ ഉണ്ടായിരുന്നത്. അവർ പലപ്പോഴും മാറു എന്നും മറ്റുമൊക്കെ ഇയാളോട് യാചിച്ചപ്പോൾ പോലും അത് ചെവിക്കൊണ്ടില്ല എന്ന രീതിയിലാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങേറ്റം ക്രൂരമായ രീതിയിലാണ്
മകനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. മകൻ ജംഷീർ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. ഇയാളെ CT സ്കാൻ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട് എന്നാണ് ആശുപത്രിയിൽ ഉള്ള നാട്ടുകാരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആ ജംഷീറിന്റെ ജീവൻ രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാമെങ്കിലും ഒരു പിതാവ് മകനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ചു, അത് ലഹരിക്കടിമയായ പിതാവ് എന്നുള്ളത് നാട്ടുകാർ പറയുമ്പോൾ അങ്ങേയറ്റം വേദനാജനകമായ, അങ്ങേയറ്റം അപലപനീയമായ ഒരു കാര്യമാണ് ഈ കോഴിക്കോട് തെരുവത്ത് ബസാറിൽ ഇന്ന് വൈകിട്ട് ഉണ്ടായിരിക്കുന്നത്. ശരി റിയാസ്, കോഴിക്കോട് തെരുവത്ത് ബസാറിലാണ് ലഹരിക്കടിമപ്പെട്ട പിതാവിന്റെ കൊടും ക്രൂരത. റിയാസ് കേമറാണ് വിവരങ്ങൾ നൽകിയത്.